4.5 പതിറ്റാണ്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. വില്ലനായി അരങ്ങേറിയ മോഹൻലാൽ പിന്നീട് മലയാള സിനിമയുടെ താരസിംഹാസനം അലങ്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല. മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ. 1989 കിരീടം എന്ന മോഹൻലാൽ ചിത്രം നിർമ്മിച്ച് സിനിമാ രംഗത്ത് കടന്നു വന്ന വ്യക്തിയാണ് ദിനേശ് പണിക്കർ. മലയാളത്തിൽ ഇതുവരെ 9 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. മോഹൻലാലിന്റെ ഒരു നെഗറ്റീവ് സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. ഒരു 3-4 പേരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ ലാലിന്റെ അത്രയും രസിക്കാനായ ഒരു വ്യക്തി വേറെയില്ല. ഒരു 2-3 ആളുകളൊക്കെയായി ഇരിക്കുമ്പോൾ നല്ല രസമാണ് പുള്ളി. പക്ഷെ ഒരു 6-5 ആളുകൾ കൂടി കഴിഞ്ഞാൽ പുള്ളി ഒന്ന് ഉൾവലിയും. പിന്നെ ആ മനുഷ്യൻ വാ തുറക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കും. അതാണ് ലാലിന്റെ ഒരു നെഗറ്റീവ്. ആൾക്കൂട്ടത്തിൽ പോയാൽ പുള്ളി കുറച്ച് നാണക്കാരനാണ്. ഇപ്പോഴും അങ്ങനെയാണ് ആ സ്വഭാവം ഇപ്പോഴും പുള്ളിക്കുണ്ട്. പക്ഷെ അയാൾ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ 1000 ആളുകൾ ഉണ്ടായാലും അവിടെ മോഹൻലാൽ വേറൊരാളാണ്. പക്ഷെ വ്യക്തിപരമായ രീതിയിൽ മോഹൻലാൽ വേറെ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഒരു യോഗത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ മോഹൻലാൽ അധികം സംസാരിക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ. അവിടെയൊക്കെ സംസാരിക്കാൻ ഒരു കുറവ് പുള്ളിക്കുണ്ട്. കാരണം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ, പത്മശ്രീയും കേണലുമൊക്കെയായ വ്യക്തിയല്ലേ. പുള്ളിക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു പെരുമ ഉണ്ടാകുമല്ലോ, ദിനേശ് പണിക്കർ പറയുന്നു.